നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 6th മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആണ്. അതിൽ നമ്മൾ ആദ്യം എന്താണ് ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് എന്നാണ്. അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസേഷണൽ പവർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ വേർഡ് പൊളിറ്റിക്സ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പൊളിറ്റിക്സ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നാണ്. പൊളിറ്റിക്സിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു വിവരണം അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഒരു ഫിലോസഫറായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് അരിസ്റ്റോട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കല്ല പൊളിറ്റിക്സിൽ അദ്ദേഹം എന്ത് പറയുന്നു, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത് ഒരു ഗ്രീക്ക് സിറ്റിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സിറ്റി എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്നും, അല്ലെങ്കിൽ ഇതിനെ സ്റ്റേറ്റ് അഫെയർസ്, അതായത് ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള പഠിക്കുന്ന കാര്യങ്ങളെയാണ് നമുക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്നത് അതൊരു ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ആണ്, ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. പക്ഷെ എനിക്ക് എന്താണ് ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് കോൺഗ്രസ്, CPM, BJP അവരെ പ്രവർത്തനം അത് പൊളിറ്റിക്കൽ പാർട്ടീസാണ്. എന്നാൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഷയം തനിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഒരു ആശയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, അത് നടപ്പാക്കുന്ന ആളുകളെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ അതിനെ കളക്റ്റീവായിട്ട് നമുക്ക് പൊളിറ്റിക്സ് എന്ന് വിളിക്കാം, അല്ലേ? എല്ലാ പാർട്ടിക്കും അതിൻ്റേതായ ഒരു ആശയമുണ്ട്. ആ പൊളിറ്റിക്കലായിട്ട് എന്ത് ചെയ്യും, അവരത് നടപ്പാക്കാൻ നോക്കുക. അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ, the man is a political human being that interact with other or more persons creating a relationship is called politics. നമ്മൾക്കൊരു ആശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, we are interacting with others. എന്നിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പിനെ ഓർഗനൈസ് ചെയ്യുന്നു, അതേ ചിന്താഗതിയില്ല, എന്നിട്ട് ആ ചിന്താഗതിക്ക് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നു. അതിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം, പൊളിറ്റിക്സ് എന്ന് വിളിക്കാം. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാൻ ഈസ് എ political human being that interact with other or more person creating a relationship is called politics. Politics is essentially a struggle for the position. പിന്നെ ഈ പൊളിറ്റിക്സ് എന്തിനു വേണ്ടി നടത്തുന്നത്, ഫോർ പൊസിഷൻ, സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട്, പവറിന് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടിയിട്ട്, ആൻഡ് ഇൻഫ്ലുവൻസ് ബൈ വിച്ച് സച്ച് monopolies enabling society to make a decision that affect the lives of every citizen of the country. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, പവറിന് വേണ്ടിയിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടും സ്വാധീനത്തിന് വേണ്ടിയിട്ടും ഇവരെടുക്കുന്ന പല തീരുമാനങ്ങളും ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടികളിലൂടെ എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ ആ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു രാജ്യത്തൊരു പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിൽ വരുന്നു, അവർ നടപ്പാക്കുന്ന കാര്യങ്ങളെല്ലാം ആ രാജ്യത്തെ സിറ്റീസിനെ എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നു. There are two types of politics which are state politics and organizational politics. രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നു. ഒന്ന് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ആണ്, നമ്മുടെ രാജ്യത്ത് നിൽക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അല്ലേ? മൾട്ടി പാർട്ടി സിസ്റ്റം, അല്ലേ? നമ്മുടെ രാജ്യത്ത് ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. അവരവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പല രീതികളും നടപ്പാക്കുന്നു. അതാണ് സ്റ്റേറ്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഇന്നാ പറയുന്നത് ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ ബിസിനസ്സിന് ചില ആശയങ്ങൾ ഉണ്ടായിരിക്കാം, ചില ഫിലോസഫി ഉണ്ടായിരിക്കാം. അത് ആ ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തിലൂടെ അവരത് നടപ്പാക്കാൻ നോക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് എന്തായാലും സ്റ്റേറ്റ് പൊളിറ്റിക്സ് അല്ല, നമുക്ക് പഠിക്കേണ്ടത് ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് ആണ്. ഇനി നമ്മൾ എന്താണ് ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ഇതാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് ഇൻവോൾവ്സ് ദോസ് ആക്ടിവിറ്റീസ് ബൈ ഓർഗനൈസേഷൻ to acquire, develop and use the power and other resources to obtain one's preferred outcomes in a situation in which there is uncertainty or dissent about the choices. അത് ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഒരു ഓർഗനൈസേഷനിൽ ലാഭം ഉണ്ടാക്കുക എന്നാണ് അവരുടെ ലാഭവും വെൽത്ത് മാക്സിമൈസേഷനാണ് ഏതൊരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ആ ഒരു കാര്യം നേടാൻ വേണ്ടി അവർ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ചില മാനേജേഴ്സ് ചില അഭിപ്രായങ്ങൾ പറയുന്നു, അഭിപ്രായത്തിന് എതിരഭിപ്രായം ഉണ്ടായിരിക്കുന്നു. അതെല്ലാം അവർ മാനേജ് ചെയ്തിട്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഒരു വലിയൊരു ഫാക്ടറിയിൽ ലേബർ യൂണിയൻ പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്നു, അവർ കൂടുതൽ ബോണസ് വേണമെന്ന് പറയുന്നു. അപ്പോൾ അത് മാനേജർ ഡിസ്കസ് ചെയ്യുന്നു. മാനേജർ ചിലപ്പോൾ അത് കൊടുക്കണമെന്നില്ല, അവരെ പ്രോഫിറ്റിനെ ബാധിക്കും. അപ്പോൾ അതിനൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി അവരുടെ തന്ത്രങ്ങളെ നമ്മൾക്ക് എന്ത് വിളിക്കാം, നമുക്ക് ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് എന്ന് വിളിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് ഇൻവോൾവ് ദോസ് ആക്ടിവിറ്റീസ് ബൈ വിച്ച് ഓർഗനൈസേഷൻ ടു അക്വയർ, ഡെവലപ്പ് ആൻഡ് യൂസ് പവർ ആൻഡ് അതർ റിസോഴ്സസ് ടു ഒബ്റ്റെയിൻ വൺസ് പ്രിഫേർഡ് ഔട്ട്കംസ്. അവരെന്ത് ഔട്ട്കംസ് ആണ്, അവരെന്ത് റിസൾട്ടാണ് പ്രതീക്ഷിക്കുന്നത്, അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ
എന്ത് ചെയ്യുന്നു, ഒരുപാട് പ്രവർത്തികൾ ചെയ്യുന്നു. ആ പ്രവർത്തി നടപ്പാക്കാൻ അവരുടെ പവർ ഉപയോഗിക്കുന്നു, അവരുടെ റിസോഴ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് നടപ്പാക്കുമ്പോൾ ചില എതിർ ശബ്ദങ്ങൾ ഉണ്ടായിരിക്കാം. ആ ശബ്ദങ്ങൾ അവരെന്ത് ചെയ്യും, അവരുടെ ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകിൽ നോർമലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യും. ഓക്കെ, ഒരു ഓർഗനൈസേഷൻ അവൻ്റെ ലക്ഷ്യങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന അവരുടെ ടാക്ടിക്സുകളെ നമുക്ക് ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് എന്ന് വിളിക്കാം. ഇനി ഇത് പൊളിറ്റിക്കൽ പെർസെപ്റ്റീവ് എക്സ്പ്ലെയിൻ ദ ഓർഗനൈസ്. ഇനി നമ്മൾ ഈ പൊളിറ്റിക്സ് ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ ഉപയോഗപ്പെടുത്തുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലുള്ള ഒരുപാട് ഹ്യൂമൻ റിസോഴ്സസുകളുണ്ട്. ആ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ക്യാരക്ടറിസിനെ കുറിച്ച് പഠിക്കുന്ന ഒന്നാണ് എന്ത്, ഓർഗനൈസേഷണൽ ബിഹേവിയർ. അതും ഈ പൊളിറ്റിക്സും തമ്മിൽ എങ്ങനെയാണ് മാച്ച് ആകുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതാണ് എക്സാമ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ: withholding information, restricting output, attempting to build empires. withholding information, ചില ഇൻഫർമേഷൻസ് എല്ലാ എംപ്ലോയീസിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ വിത്ത്ഹോൾഡ് ചെയ്യേണ്ടി വരും. ചില റെസ്ട്രിക്റ്റിംഗ് ഔട്ട്പുട്ട്, ചില റിസൾട്ടുകൾ എന്ത് ചെയ്യേണ്ടി വരും, നിയന്ത്രിക്കേണ്ടി വരും, പുറത്തേക്ക് വിടാൻ പറ്റണമെന്നില്ല. അറ്റംപ്റ്റിംഗ് ടു ബിൽഡ് എംപയേഴ്സ്, നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു എംപയർ ബിൽഡ് ചെയ്യേണ്ടി വരും. അതിന് പബ്ലിഷിംഗ് ദെയർ സക്സസ്, ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ചില സക്സസ് പബ്ലിഷ് ചെയ്യേണ്ടി വരും. ആൻഡ് ഹൈഡിങ് ദെയർ ഫെയിലിയർ, ചിലപ്പോൾ അവരുടെ ഫെയിലിയർ എന്ത് ചെയ്യേണ്ടി വരും, ഹൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓർഗനൈസേഷൻ ചീത്ത പേരാകും. ഓക്കെ, ആൻഡ് ഡിസോർട്ടിങ് ദ പെർഫോമൻസ് ഫിഗേഴ്സ്, ഒരുപാട്. ഇതൊക്കെ ഒരു ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് ആണ്. അതായത് ചില അവരുടെ ലക്ഷ്യങ്ങൾ കാണാൻ ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടി വരും, ചില കാര്യങ്ങൾ അവർ തുറന്ന് കാണിക്കേണ്ടി വരും, ചില കാര്യങ്ങൾ ചിലരോട് ഷെയർ ചെയ്യാൻ പാടുന്നില്ല. അതൊക്കെ ഓർഗനൈസേഷൻ നല്ല രീതിയിലും ചീത്ത രീതിയിലും ബാധിക്കും. അപ്പോൾ അത് ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ പെർസെപ്ഷനിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും കൺഫ്യൂസ്ഡ് നിങ്ങൾ ആരും ആകരുത്. ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുന്ന ടാക്ടിക്സുകളാണ് ഓർഗനൈസേഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ 2-3 എക്സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചില കാര്യങ്ങൾ പറയും, ചില കാര്യങ്ങൾ പറയാതിരിക്കും. അപ്പോൾ അത് ഇത്ര കാര്യമുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ജോബ് ഡിസൈൻ. എന്താണ് ജോബ് ഡിസൈൻ എന്ന് നോക്കാം. Job design is a systematic and purposefully allocation of tasks to individual and groups in an organization. ഒരു ഓർഗനൈസേഷനിലുള്ള ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ടായിരിക്കും അല്ലേ, അവർക്ക് ഓർഗനൈസേഷൻ്റെ ജോലികളെ ഒന്നുകിൽ വ്യക്തികളുടെ ബേസിലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ബേസിലോ വിതരണം ചെയ്യുന്നതിനെ ആണ് നമ്മൾക്ക് എന്ത് വിളിക്കാം, ജോബ് ഡിസൈൻ എന്ന് പറയാം. ഇവിടെ കണ്ട പറ, ദ അലോക്കേഷൻ ഓഫ് ദ ടാസ്ക്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഒന്നും അറിയാത്തവർക്ക് ജോബ് ഡിസൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലോക്കേഷൻ ഓഫ് ടാസ്ക് ടു ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ്. ഒരു ഓർഗനൈസേഷനിലെ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനോ ആ ഓർഗനൈസേഷൻ്റെ ടാസ്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ, അലോക്കേറ്റ് ചെയ്യുന്നതിനെ ജോബ് ഡിസൈൻ എന്ന് വിളിക്കാം. അപ്പോൾ ഓരോരോ ആളുകൾക്ക് ഓരോ ജോബ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ സ്വഭാവം, അയാളുടെ നേച്ചർ, അയാളുടെ ലെവല്, എബിലിറ്റി കാര്യങ്ങളൊക്കെ പരിഗണിക്കില്ലേ. അപ്പോൾ അതൊക്കെ അയാളുടെ മെൻ്റൽ പവറൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആരാ സഹായിക്കുക, ഈ ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. നോക്കുക, ജോബ് ഡിസൈൻ ഈസ് അലോക്കേഷൻ ഓഫ് സ്പെസിഫിക് വർക്ക് ടാസ്ക് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്. ഒന്നും അറിയാത്തത് ഇത് മാത്രം മനസ്സിലാക്കുക. ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അലോക്കേഷൻ ആണ്, അലോക്കേഷൻ ഓഫ് ടാസ്ക് ടു ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അത് അങ്ങനെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പരിഗണിക്കും. ആ പരിഗണിക്കാൻ ഓർഗനൈസേഷനെ സഹായിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, OB എന്ന് പറയുന്നത്. ഇനി നോക്കുക, ഇങ്ങനെ അലോക്കേറ്റ് ചെയ്യാൻ ചില മോഡൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നോക്കുക, തിയററ്റിക്കൽ മോഡൽസ് ഓഫ് ജോബ് ഡിസൈൻ. ജോബ് ഡിസൈൻ ചെയ്യാൻ ഓരോരോ ആൾക്കാർക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടത് ഡിസൈൻ ചെയ്യാൻ ചില തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, എക്സ്പ്ലെയിൻ ദ തിയററ്റിക്കൽ മോഡൽസ് യൂസ്ഡ് ഫോർ ജോബ് ഡിസൈൻ. അപ്പോൾ ഈ 4 നമ്മൾ പഠിക്കേണ്ടത്. ഈ ഏരിയ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം അതാണ്. ജോബ് ഡിസൈനും ചോദിക്കാം. ജോബ് ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തിയററ്റിക്കൽ മോഡൽസ് ഏതൊക്കെയാണ്? ഒന്ന് ടൈലറിസം ആണ്, ഒന്ന് സോഷ്യോ ടെക്നിക്കൽ സിസ്റ്റം അപ്രോച്ചാണ്, മൂന്നാമത് കോർ ക്യാരക്ടറിസ്റ്റിക്സ് മോഡലാണ്, നാലാമത് സൈക്കോളജിക്കൽ എംപവർമെൻറ്റ് തിയറിയാണ്. ഈ 4 കാര്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഓർഗനൈസേഷൻ്റെ ടാസ്ക് അലോക്കേഷന് നടത്തുന്നത്. ആദ്യം നമ്മൾ ടൈലറിസം നോക്കാം. ടൈലറിസം നമുക്ക് ഓൾറെഡി കേട്ടാണ്, FW ടൈലർ അല്ലേ. ടൈലറിസം ഈസ് ഓൾസോ നോൺ ആസ് എ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആൻഡ് എ ഫൗണ്ടേഷൻ ഫോർ എ സിസ്റ്റമാറ്റിക് ജോബ് ഡിസൈൻ. ഇത് ഉപയോഗിക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക്, വളരെ ഇയാളെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. നമ്മൾക്ക് അറിയാം,
ഈ ടൈലറിൻ്റെ ഏറ്റവും വലിയ എന്ത് കാര്യം വളരെ സയൻറ്റിഫിക്കായി ചെയ്യണമെന്ന് ഉദ്ദേശിച്ച ആളാണ് അല്ലേ. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ജോബ് ഡിസൈൻ ചെയ്യുന്നത്. The Frederick Tyler developed this theory in the effort of develop science for every job within the organization according to the following principles. അപ്പോൾ ടൈലറിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോബ് ഡിസൈൻ ചെയ്യുന്നത് ഒരു സയൻസ് ബേസ്ഡ് ആണ്, വളരെ പ്രാക്ടിക്കൽ ആയിട്ടാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുന്നില്ല, വളരെ സയൻസ് പരമായി വളരെ ശാസ്ത്രീയമായി പ്രൂവ് ചെയ്തിട്ടാണ് അയാൾ ജോബ് ഡിസൈൻ ചെയ്യാൻ ഈ തിയറി അഡോപ്റ്റ് ചെയ്യുന്നത്. അതിന് പ്രധാനമായിട്ട് അദ്ദേഹം പരിഗണിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ക്രിയേറ്റ് എ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഫോർ ഈച്ച് ജോബ്, ഓരോ ജോബിനും ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത് പറയുന്നത് സക്സസ്ഫുള്ളി സെലക്ട് ആൻഡ് ഹയർ ദ പ്രോപ്പർ വർക്ക്, ആ ജോലി ചെയ്യാൻ നല്ല കൃത്യമായിട്ടുള്ള കഴിവുള്ള എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ പറയുന്നത് ഇഫക്റ്റീവ്ലി ട്രെയിനിങ് ദീസ് വർക്കേഴ്സ്, അവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുക. ട്രെയിൻ ചെയ്തവർ ഓൺ ജോബിലായി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യുക, നല്ല സപ്പോർട്ടും കൊടുക്കുക. അപ്പോൾ ടൈലറിസം എന്ന് പറയുന്നത് ജോബ് ഡിസൈൻ ചെയ്യുന്നത് സയൻറ്റിഫിക് ബേസിലാണ്. അങ്ങനെ സയൻറ്റിഫിക് ബേസിൽ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടത് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഒരു തിയററ്റിക്കൽ മോഡാണ് ജോബ് ഡിസൈൻ ഉപയോഗിക്കുന്നത്, സോഷ്യോ ടെക്നിക്കൽ സിസ്റ്റം STS ഇൻ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് ഇസ് ആൻ അപ്രോച്ച് ടു കോംപ്ലക്സ് ഓർഗനൈസേഷണൽ വർക്ക് ഡിസൈൻ. ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നതിന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് റെക്കഗ്നൈസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് ടെക്നോളജി ഇൻ ദ വർക്ക് പ്ലേസ്. പിന്നെ പ്രധാനമായിട്ടും ടെക്നോളജി അലോക്കേഷൻ കൂടിയും വരുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ എംപ്ലോയീസിന് ടെക്നോളജി എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് നിങ്ങൾ പിക്ചറിൽ കാണാൻ പറ്റും. ഓക്കെ, the socio-technical theory therefore is about the joint optimization with a shared emphasis on the achievement of both excellence in technical performance and the quality of the people work lives. ഇവിടെ ശരിക്കും ഈ തിയറി ഫോക്കസ് ചെയ്യുന്നത് ഒരു ജോബ് ഡിസൈൻ ചെയ്തിട്ട് അത് അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഒപ്റ്റിമൈസേഷനും അതുപോലെ തന്നെ വർക്ക് എക്സലൻസ് അല്ലെങ്കിൽ വർക്കിൻ്റെ ക്വാളിറ്റിക്കുമാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഒരു വർക്കിൽ ഒരാൾക്കൊരു ടാസ്ക് അലോക്കേറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ടാസ്കിൽ എത്രത്തോളം ടെക്നോളജിക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, ടെക്നോളജിയെ ഉപയോഗപ്പെടുത്താൻ പറ്റും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ഓഫ് വർക്ക്, ഇത് രണ്ടുമാണ് ഈ തിയറി നോക്കുന്നത്. ഇത് നോക്കിയിട്ടാണ് അവിടെ ജോബ് ഡിസൈനും അലോക്കേഷനും നടക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു അപ്രോച്ചാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഏതാണ് അപ്രോച്ച്? നോക്കുക, കോർ ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ നോക്കുക. Another modern job design theory is a core characteristic model which maintain 5 important job element that motivate workers and performance. അപ്പോൾ ഈ ഒരു മോഡൽ പ്രകാരം 5 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നോക്കും ജോബ് ഡിസൈനും അതിൻ്റെ അലോക്കേഷനും. ഒന്ന് സ്കിൽ വെറൈറ്റി, എംപ്ലോയീസിൻ്റെ സ്കിൽ ആൻഡ് വെറൈറ്റി. പിന്നെ ടാസ്ക് ഐഡൻറ്റിറ്റി, ഏതൊക്കെ ടാസ്ക്കാണ് ചെയ്യേണ്ടതെന്ന്. ടാസ്ക് സിഗ്നിഫിക്കൻസ്, വളരെ ഇമ്പോർട്ടൻ്റ്, ആ ടാസ്കിന് എത്രത്തോളം സിഗ്നിഫിക്കൻസ് ഉണ്ട്, റെലവൻസ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ ഓട്ടോണമി, ചില ടാസ്ക് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് ചിലപ്പോൾ ഓട്ടോണമി കൊടുക്കേണ്ടി വരും, ആ കാര്യം തീരുമാനിക്കാനുള്ള സ്പെഷ്യൽ പവർ കൊടുക്കണം. അതുപോലെ തന്നെ ജോബ് ഫീഡ്ബാക്ക്, അവർ ജോലി ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് കളക്ഷൻ കൂടിയും വരുന്ന ഇതിലുണ്ട്. നമുക്ക് ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് ആർ ദെൻ പ്രപ്പോസ്ഡ് ടു ലീഡ് ദ പോസിറ്റീവ് ഔട്ട്കം ത്രൂ 3 സൈക്കോളജിക്കൽ സ്റ്റേറ്റസ്. ഇങ്ങനെ ജോലി അലോക്കേറ്റ് ചെയ്താലും അവർ എത്രത്തോളം സൈക്കോളജിക്കലി മെൻ്റലി അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു, അത് 3 സൈക്കോളജിക്കൽ സ്റ്റേറ്റ്സിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന് എക്സ്പീരിയൻസ്ഡ് മീനിങ്ഫുൾനെസ്, എക്സ്പീരിയൻസ്ഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് നോളജ് ഓഫ് ദ റിസൾട്ട്. ഈ 3 കാര്യങ്ങളും ഇതിൽ പഠിക്കുന്നു. അപ്പോൾ കോർ ക്യാരക്ടറിസ്റ്റിക്സ് മോഡൽ പ്രകാരം ഒരു എംപ്ലോയീസിന് ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ 5 പ്രധാനപ്പെട്ട എലമെൻ്റാണ് എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഒരു അവരുടെ സ്കില്ല്, ടാസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, ടാസ്കിൻ്റെ സിഗ്നിഫിക്കൻസ്, അത് ചെയ്യാനുള്ള പ്രത്യേക അധികാരം, അതുപോലെ തന്നെ അവരുടെ നിന്നുള്ള ഫീഡ്ബാക്ക്. ഇതനുസരിച്ചിട്ടാണ് ഇവിടെ ജോബ് ഡിസൈനിങ് പ്രോസസ്സും അതിൻ്റെ അലോക്കേഷനും നടക്കുന്നത്. ഇനി സൈക്കോളജിക്കൽ എംപവർമെൻറ്റ് തിയറി. Psychological empowerment theory suggests that there is a distinction between empowering practices and a mental motivation. അത് cognitive motivational state. ഇവിടെ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത് എംപ്ലോയീസിനെ എംപവർ ചെയ്യാനുള്ള കാര്യം ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ അവർക്ക് അവരുടെ മാനസികാവസ്ഥ ഒന്ന് ഉഷാറാക്കാനോ ജോലി ചെയ്യുമ്പോൾ, ഇത്രയും 2 കാര്യങ്ങളും കൂടിയും ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ പരിഗണിക്കും.
ജോബ് ഡിസൈൻ ആൻഡ് അലോക്കേഷൻ്റെ ടൈമിൽ പരിഗണിക്കും. വെൻ ദ ഇൻഡിവിജ്വൽ ആർ അവെയർ ഓഫ് ദ ഇമ്പാക്ട് ദേ ഹാവ് ദ ബെനിഫിറ്റ് മോർ ദാൻ ആൻഡ് ഇഫ് ദേ കനോട്ട് അട്രിബ്യൂട്ട് ദ പോസിറ്റീവ് ഇമ്പാക്ട് ടു എനി ഓഫ് ദിയർ ആക്ഷൻസ്. ഈ സൈക്കോളജിക്കൽ എംപവർമെൻറ്റ് തിയറി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു ജോബ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് അലോക്കേറ്റ് ചെയ്യുമ്പോൾ എംപ്ലോയീസിൻ്റെ എംപവറിങ് ക്വാളിറ്റിയും അവർക്ക് അതെങ്ങനെ അവരെ മെൻ്റലി ബാധിക്കുന്നു, ഈ രണ്ട് കാര്യങ്ങളാണ് ജോബ് ഡിസൈനിൽ പരിഗണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയർ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 മാർക്ക് ക്വസ്റ്റ്യന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. അതായത് ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ ഒരു ഓർഗനൈസേഷന് ആവശ്യമാണ്. എന്തിനാണ് ഓർഗനൈസേഷണൽ ബിഹേവിയറിന് നീഡ്? ഓക്കെ, നോക്കാം. OB helps to learn about themselves and how deal with others. ഒരാളുകൾക്ക് അവരെക്കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ എങ്ങനെ ഡീൽ ചെയ്യുന്നതിനെ കുറിച്ച് പറയാനും ഓർഗനൈസേഷണൽ ബിഹേവിയർ സഹായിക്കും. ഓർഗനൈസേഷണൽ ബിഹേവിയർ ഈസ് ദ വേ ഓഫ് തിങ്കിങ്. ഇത് പ്രധാനമായിട്ടും വേ ഓഫ് തിങ്കിങ് ആണ്, ചിന്തിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. മറ്റൊരാളുടെ ക്യാരക്ടർ, അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ ഇൻഡിവിജ്വൽ ക്യാരക്ടർ ബേസും ഗ്രൂപ്പ് ക്യാരക്ടർ ബേസും അവരുടെ വീക്ക്നെസ്സും പോസിറ്റീവ്നെസ്സും ഒക്കെ കണ്ടെത്തുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, വേ ഓഫ് തിങ്കിങ് ആണെന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ഇറ്റ് ഹെൽപ്സ് അസ് മൾട്ടിപ്പിൾ വേ. അതായത് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സബ്ജക്റ്റുകളുടെ ഒരു കോമ്പിനേഷനാണ്. അതിൽ സൈക്കോളജി ഉപയോഗിക്കുന്നുണ്ട്, എക്കണോമിക്സ് ഉപയോഗിക്കുന്നുണ്ട്, സോഷ്യോളജി ഉപയോഗിക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകളുടെ ഒരു കോമ്പിനേഷനാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു മൾട്ടി ഡിസിപ്ലിനറി. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ സബ്ജക്റ്റുകളെല്ലാം ബെനിഫിറ്റ് ഇതിന് ഉപയോഗപ്പെടുത്താം. പിന്നെ പറയുന്നത് ദർ ഈസ് എ ഡിസ്റ്റിങ്ക്റ്റ്ലി ഹ്യൂമനിസ്റ്റിക് ഓറിയൻറ്റേഷൻ വിത്ത് OB. OB പൂർണ്ണമായിട്ടും എന്തുമായി കണക്റ്റഡ് ആണ്, ഹ്യൂമൻ ബിഹേവിയറുമായിട്ടാണ് കണക്റ്റഡ്. പിന്നെ ഫീൽഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ ഈസ് പെർഫോമൻസ് ഓറിയൻറ്റഡ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ ഈസ് എ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ സാറ്റിസ്ഫൈ ദ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രഡിക്റ്റ്. അതായത് ഓർഗനൈസേഷനിൽ ഒരാളുടെ ആവശ്യം എന്താണ് മനസ്സിലാക്കാനും ഇനി അവരുടെ ആവശ്യം എങ്ങനെ ഭാവിയിൽ വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും OB മനസ്സിലാക്കും. അപ്പം എംപ്ലോയീസിൻ്റെ സ്വഭാവമൊക്കെ പഠിക്കുമ്പോൾ അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഭാവിയിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ, സാലറി വർധനവ്, ബോണസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു ടെസ്റ്റ് പേഴ്സണൽ തിയറീസ്. പേഴ്സണൽ തിയറീസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ, ഓരോ തിയറി ഉണ്ടാവില്ല പേഴ്സണാലിറ്റിയെ ബന്ധപ്പെട്ട്, അതൊക്കെ ടെസ്റ്റ് ചെയ്യാനും നമ്മളെ OB സഹായിക്കുന്നു. OB ഹെൽപ്സ് ദ മാനേജേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിസ് ഓഫ് ദ മോട്ടിവേഷൻ. മാനേജേഴ്സിനെ മോട്ടിവേഷനെ കുറിച്ച് മനസ്സിലാക്കാൻ സഹായിക്കും. ഒരു എംപ്ലോയീസിനെ കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നതാണ് OB. അപ്പോൾ അയാൾക്ക് മോട്ടിവേഷൻ വേണ്ടോ ഇല്ലയോ എന്ന് മാനേജറെ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ OB ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ കോർഡിയൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ വിച്ച് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഓവറോൾ പ്രൊഡക്ടിവിറ്റി ഓഫ് ദി ഇൻഡസ്ട്രി. പിന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ഓർഗനൈസേഷൻ ഇൻഡസ്ട്രിയൽ റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ലേൺ ഹൗ ടു പ്രെഡിക്റ്റ് ദ ബിഹേവിയർ. ഒരാളുടെ പെരുമാറ്റം എങ്ങനെയാകുമെന്ന് ഭാവിയിൽ എന്ന് പ്രവചിക്കാനും ഓർഗനൈസേഷണൽ ബിഹേവിയർ സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് 4 മാർക്ക് സെക്ഷനിൽ ചോദിക്കാവുന്ന ഒരു ഏരിയയാണ് നീഡ് ഫോർ സ്റ്റഡിങ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. 2 പോയിന്റ് കൂടി ഉണ്ട് അതിൽ. ഇറ്റ് ഹെൽപ്സ് ദ മാനേജേഴ്സ് ടു അപ്ലൈ അപ്രോപ്രിയേറ്റ് മോട്ടിവേഷണൽ ടെക്നിക്സ് ബൈ the nature of individual employees who exhibit a glaring differences in many respects. അതായത് എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള മോട്ടിവേഷൻ നൽകാൻ മാനേജറിനെ സഹായിക്കും. കാരണം പല സാഹചര്യങ്ങൾ എത്തുമ്പോഴും എംപ്ലോയീസ് പലതരത്തിലുള്ള സ്വഭാവങ്ങൾ അവർ കാണിക്കും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കാൻ സഹായിക്കും. പിന്നെ ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോസ് ഓഫ് പ്രോബ്ലം. ഓരോ പ്രശ്നത്തിൻ്റെയും എംപ്ലോയീസ് പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ കൊണ്ടുള്ള ബെനിഫിറ്റ്. ടുഡേ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞത് ഇതൊരു മൾട്ടി ഡിസിപ്ലിനറിയാണ് OB എന്നുള്ളത്. ആ മൾട്ടി ഡിസിപ്ലിനറി ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന് സൈക്കോളജിയാണ്, ഒന്ന് സോഷ്യോളജിയാണ്, ഒന്ന് സോഷ്യൽ സൈക്കോളജിയാണ്, എക്കണോമിക്സ് ആണ്, ആന്ത്രപ്പോളജിയാണ്, പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഇത്രയും കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് എന്ത്, ഓർഗനൈസേഷണൽ ബിഹേവിയർ. നമുക്കിന്ന് ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ സഹായിക്കുന്നത് നോക്കാം. അത് ഇവിടെ പറയുന്നത് ഈ പിക്ചറിൽ നിങ്ങൾ ഡോണ്ട് വറി, ഈ പിക്ചർ ഓർഗനൈസേഷണൽ ബിഹേവിയർക്ക് എന്ന സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മറ്റു സബ്ജക്റ്റുകളാണ്.
പൊളിറ്റിക്കൽ സയൻസ് നമുക്കറിയാം ഒരു സ്റ്റേറ്റ് അഫയറിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് എന്ത്, ഒരു രാജ്യത്തുണ്ടാകുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സ്വാഭാവികമായിട്ട് ജനങ്ങളെ അത് ബാധിക്കും, അത് ഓർഗനൈസേഷനും ബാധിക്കും. ഇപ്പോൾ നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ പല രാജ്യത്തിലുള്ള ആളുകൾ അവിടെ നിന്ന് വിട്ടുപോകുകയാണ്, പല കമ്പനിയിൽ ബാധിക്കുന്നത്. അപ്പോൾ അത് കമ്പനിയുടെ അവിടുത്തെ തൊഴിലാളികളെ നല്ല രീതിയിൽ അത് ബാധിക്കും. അതാണ് ഈ പൊളിറ്റിക്കൽ സയൻസ് ബാധിക്കുന്നത്. ആന്ത്രപ്പോളജി പറഞ്ഞാൽ മനുഷ്യ ശരീര ഘടനയൊക്കെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ. എക്കണോമിക്സ് രാജ്യത്തിൻ്റെ സാമ്പത്തികം, കമ്പനിയുടെ സാമ്പത്തിക അവസ്ഥ. സാമ്പത്തിക അവസ്ഥ മോശമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ പേയ്മെൻറ്റ് കുറയും, ഇൻക്രിമെൻറ്റ് കുറയും. ഇതെല്ലാം അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തും അല്ലേ. പിന്നെ അതുപോലെ തന്നെ സോഷ്യോളജി സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലം. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർ റിലേറ്റഡ് ദ മെൻ്റൽ ഇഷ്യൂസ്, മാനസികാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ്. നമുക്കറിയത്തില്ല ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ് അല്ലേ. ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ആണ് എന്ത് ഓർഗനൈസേഷനിൽ ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കുക, ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സബ്ജക്റ്റിൽ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് എന്ത് സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി ഹാസ് പെർഹാപ്സ് ദ ഫസ്റ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ത് സൈക്കോളജി. അപ്പോൾ സൈക്കോളജിയിൽ പ്രധാനമായിട്ട് നോക്കുക, സൈക്കോളജി സ്റ്റഡീസ് ദ ഓൾമോസ്റ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ബിഹേവിയറിൻ്റെ പെരുമാറ്റത്തിൻ്റെ എല്ലാ വശങ്ങളും കുറിച്ച്, ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ അനിമലിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത് സൈക്കോളജി. അത് ഹ്യൂമൻ ബിഹേവിയറിൻ്റെ മാറ്റം വരാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക സിറ്റുവേഷനിൽ അവരെങ്ങനെ പെരുമാറുന്നത്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് എന്ത് സൈക്കോളജി. സൈക്കോളജിക്ക് തന്നെ മറ്റു ബ്രാഞ്ചസുകളുണ്ട് അല്ലെങ്കിൽ പല ഏരിയാസുകളുണ്ട്. അതിലാണ് ഇവിടെ പറയുന്നത് ജനറൽ സൈക്കോളജി ഉണ്ട്, എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ഉണ്ട്, ക്ലിനിക്കൽ ഉണ്ട്, കൺസ്യൂമർ സൈക്കോളജി ഉണ്ട്, പേഴ്സണാലിറ്റി ആൻഡ് സോഷ്യൽ സൈക്കോളജി ഉണ്ട്, ഇൻഡസ്ട്രിയൽ സൈക്കോളജി ഉണ്ട്, കൗൺസിലിംഗ് സൈക്കോളജി ഉണ്ട്, എഡ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ട്, ആൻഡ് കൺസൾട്ടിങ് സൈക്കോളജി. ഇതൊക്കെ ഓരോ ഏരിയയിൽ അവർ ഉപയോഗിക്കുന്ന സൈക്കോളജിയാണ്. പൊതുവേ സൈക്കോളജി പറഞ്ഞാൽ ടു സ്റ്റഡി അബൌട്ട് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ബിഹേവിയർ. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു പെരുമാറ്റത്തിൻ്റെ എല്ലാ വശങ്ങളും, ഓരോ സാഹചര്യങ്ങളും എങ്ങനെ പെരുമാറുന്നു അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് സൈക്കോളജി. ഇത് നമുക്ക് ആവശ്യമാണല്ലേ എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇനി നമുക്ക് സോഷ്യോളജി എങ്ങനെയാണ് പഠിക്കുന്നത്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ മാൻ ഈസ് എൻ ഹ്യൂമൻ അനിമലാണ്, സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന പല മാറ്റങ്ങളും ഓരോ ഇൻഡിവിജ്വലിനെയും ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനും നന്നായിട്ട് ബാധിക്കും അല്ലേ. അപ്പോൾ അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ അവരെ എഫക്റ്റ് ചെയ്യുന്നത്. സൈക്കോളജി വന്നിട്ട് സ്റ്റഡി അബൌട്ട് ദ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്നത്. സൊസൈറ്റിയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന ടോപ്പിക്കിന് സോഷ്യോളജിയുടെ സഹായമാണ്. ഇതിൽ പ്രധാനമായിട്ടും സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്, തിയറീസ്, മോഡൽസ്, ടെക്നിക്സ് ഹെൽപ്പ് സിഗ്നിഫിക്കൻ്റ്ലി ടു അണ്ടർസ്റ്റാൻഡ് ദ ബെറ്റർ ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഓർഗനൈസേഷണൽ കൾച്ചർ, ഫോർമൽ ഓർഗനൈസേഷൻ തിയറി, സ്ട്രക്ചർ, കോർപ്പറേറ്റ് ടെക്നോളജി, ബ്യൂറോക്രസി, കമ്മ്യൂണിക്കേഷൻ, പവർ, കോൺഫ്ലിക്റ്റ്, ഇന്റർഗ്രൂപ്പ് ബിഹേവിയർ, ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ സോഷ്യോളജി നമ്മളെ സഹായിക്കും. ഓക്കെ, പിന്നെ പറഞ്ഞത് സോഷ്യൽ സൈക്കോളജിയാണ് നമ്മൾ പഠിക്കുന്നത്. സൊസൈറ്റിക്കൊരു സൈക്കോളജി ഉണ്ട്. ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭീതി അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഭീതി ടോട്ടലി സൊസൈറ്റിനെയും ബാധിക്കും. ഓക്കെ, നോക്കാം. ഇറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഹൗ തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആക്ച്വൽ ആൻഡ് ഇമാജിൻഡ് ഓർ ഇംപ്ലൈഡ് പ്രസൻസ് ഓഫ് അതേഴ്സ് ആണ് പറഞ്ഞത്. ഇത് സോഷ്യൽ സൈക്കോളജി പ്രധാനമായിട്ടും നടത്തുന്ന അന്വേഷണം അതായത് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആണ് അല്ലെ. എന്തിനെ കുറിച്ച് നടത്തുന്നത്? സൊസൈറ്റിയിലുള്ള ആളുകളുടെ തോട്ട്സ്, ഫീലിങ്സ്, ബിഹേവിയർ എങ്ങനെയാണ്, അതായത് ആക്ച്വൽ ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു ഇമാജിനറി ആയിട്ടുള്ള സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലോ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സംഭവം ഇമാജിനറി ആയിട്ടുണ്ടാകുമ്പോൾ എങ്ങനെ അവർ റിയാക്ട് ചെയ്യുന്നു, അതാണ് എന്ത് സോഷ്യോ സൈക്കോളജി ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ആന്ത്രപ്പോളജി, നത്തിങ് അബൌട്ട് ആന്ത്രപ്പോളജി. ആന്ത്രപ്പോളജിയും നമ്മൾക്ക് ഈ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ സഹായിക്കുന്നുണ്ട്. ദ മെയിൻ എയിം ഓഫ് ദ ആന്ത്രപ്പോളജി ടു അക്വയർ എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് എൻവിറോൺമെൻറ്റ്. ഒരു ഹ്യൂമൻ ബീയിങ് ഒരു എൻവിറോൺമെൻറ്റിൽ ജീവിക്കുമ്പോൾ ആ എൻവിറോൺമെൻറ്റും
ആ ഹ്യൂമൻ ബീയിങ് തമ്മിലുള്ള റിലേഷനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത് ആന്ത്രപ്പോളജി. ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ എൻവിറോൺമെൻറ്റിൽ ജീവിക്കുന്ന ഒരാൾ മറ്റൊരു എൻവിറോൺമെൻറ്റ്, ഇപ്പോൾ നമ്മളെ ഇന്ത്യ കേരളത്തിൽ താമസിക്കുന്ന ഒരു എൻവിറോൺമെൻറ്റിലുള്ള ആൾ പെട്ടെന്ന് ആൾ അഫ്ഗാനിസ്ഥാനിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമ്പോൾ ആ ഒരു റിലേഷൻ, അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റിലേഷൻസ് അതിനായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരവസ്ഥ, ആ കാര്യങ്ങളാണ് ആന്ത്രപ്പോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നോക്കുക, അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് എൻവിറോൺമെൻറ്റ്. ഓക്കെ, ഇനി പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഒരു രാഷ്ട്രത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, അതോ ഇനി ഓർഗനൈസേഷനിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഓർഗനൈസേഷണൽ ബിഹേവിയറുകൾ നമുക്ക് പഠിക്കേണ്ടത്, അതാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. നോക്കാം, കോൺട്രിബ്യൂഷൻ ഓഫ് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആർ സിഗ്നിഫിക്കൻറ്റ് ടു അണ്ടർസ്റ്റാൻഡിങ് ദ behavior in the organization. The political scientists study the behavior of individuals and group within a political environment. They contribute to understanding the dynamics of the power centers, structuring of conflict resolution, statics, allocation of power, how people manipulate power for the individual and self-interest. അതായത് പൊളിറ്റിക്സ് നമ്മൾ കഴിഞ്ഞ അത് പഠിച്ചു. നമ്മളെ പവറിന് വേണ്ടിയിട്ട്, പൊസിഷന് വേണ്ടിയിട്ട്, ഇൻഫ്ലുവൻസിങ് പവറിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തി എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ സഹായിക്കും. ഇനി എക്കണോമിക്സ്, ഒരു ഓർഗനൈസേഷൻ്റെ സാമ്പത്തിക അവസ്ഥ അവിടുത്തെ എംപ്ലോയീസിൻ്റെ പെരുമാറ്റത്തെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് ഡിസൈനിങ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ട്രാൻസാക്ഷൻ കോസ്റ്റ് എക്കണോമിക്സ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ബഡ്ജറ്റ് തുകകൾ ഓരോ കാര്യങ്ങൾ നടപ്പാക്കണം. ഇതൊക്കെ എംപ്ലോയീസിനെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്നതാണ്. ഇതൊക്കെ ഡാറ്റ ആർക്ക് വേണം? ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന സ്റ്റഡി ബ്രാഞ്ചിന് വേണം. എന്നാൽ മാത്രമേ അവർ കൃത്യമായിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ സ്വഭാവം, അതുപോലെ ഇൻഡിവിജ്വലിൻ്റെ സ്വഭാവം, ഗ്രൂപ്പിൻ്റെ സ്വഭാവം ഒക്കെ വിശദീകരിച്ച് നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രപ്പോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഇത്രയും സബ്ജക്റ്റുകളാണ് ആരെ സഹായിക്കുന്നത്? ഓർഗനൈസേഷൻ ബിഹേവിയറിനെ സഹായിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യമാണ്. മെയിൻ ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയർ നേരിടുന്ന ആ ഒരു കാര്യം ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയാണ്? ഒന്ന്, ഇംപ്രൂവിങ് ദ പീപ്പിൾസ് സ്കിൽ, അല്ലേ? ഓർഗനൈസേഷണൽ ബിഹേവിയർ പറഞ്ഞു, ഒരു ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നതാണ്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ എംപ്ലോയീസിൻ്റെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം? അത് നടപ്പാക്കണം. പിന്നെ പറയുന്നത് ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഈ ഒരു പഠനശാഖയിലൂടെ എന്ത് ചെയ്യണം? ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിപ്പിക്കാൻ കഴിയണം. അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകുമോ ഇല്ലയോ എന്നുള്ളത് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നീട് പറയുന്നത്, ഇനി നമുക്ക് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പറയുന്നൊരു വേറൊരു ഏരിയ ഉണ്ട്. നമുക്ക് വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ, പക്ഷേ അത് ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ കീഴിൽ വരുന്നതാണ് TQM, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. നോക്കാം, ഇത് പരീക്ഷയ്ക്ക് സെപ്പറേറ്റ് 2 മാർക്ക് സെക്ഷനുകളിലേക്ക് വാട്ട് ഐ മീൻ ബൈ TQM. അപ്പോൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് നോക്കുക. ഇറ്റ് ഈസ് എ ഫിലോസഫി ഓഫ് ദ മാനേജ്മെൻറ്റ്. ഇത് മാനേജ്മെൻറ്റ് ഒരു ഫിലോസഫിയാണ്. ദാറ്റ് ഈസ് ഡ്രിവൺ ബൈ എ കോൺസ്റ്റൻറ്റ് അറ്റൈൻമെൻറ്റ് ഓഫ് ദ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. അതായത് ഒരു ഓർഗനൈസേഷന് അതിൻ്റെ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷന് പൂർണ്ണമായി കിട്ടണമെങ്കിൽ നിരന്തരമായ പ്രവൃത്തിയിലൂടെ ക്വാളിറ്റി കൺട്രോൾ ചെയ്തിട്ട് അതിൻ്റെ ഒരു സക്സസ്ഫുൾ ഒരു ഔട്ട്കം കസ്റ്റമറിന് കൊടുക്കുന്നതാണ് എന്ത്? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഫിലോസഫി ഓഫ് ദ മാനേജ്മെൻറ്റ് ദാറ്റ് ഈസ് ഡ്രിവൺ ബൈ ദ കോൺസ്റ്റൻറ്റ് അറ്റൈൻമെൻറ്റ് ഓഫ് ദ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ത്രൂ ദ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ ഓൾ ഓർഗനൈസേഷണൽ പ്രോസസ്. ദ കോമ്പോണൻറ്റ് ഓഫ് TQM, അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ക്വാളിറ്റി മേക്ക് ഷുവർ ചെയ്തിട്ട് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് ഉറപ്പുവരുത്താനുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഫിലോസഫിക്ക് നമുക്ക് TQM എന്ന് വിളിക്കാം. ഓക്കെ, അതിന് പ്രധാനമായിട്ടും അത് ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻസ് ഫോക്കസ് ഓൺ ദ കസ്റ്റമറിനെ നല്ലപോലെ ഫോക്കസ് ചെയ്യും. കൺസേൺ ഫോർ കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെൻറ്റ്, പ്രൊഡക്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ്മെൻ്റ് എടുത്തണം. ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് എവറിത്തിങ് ദ ഓർഗനൈസേഷൻ ഡസ്. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ക്വാളിറ്റി മേക്ക് ഷുവർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. ആക്യുറേറ്റ് മെഷർമെൻറ്റ്, ഓരോ പ്രൊഡക്ഷൻ്റെ ഓരോ പ്രോസസ്സിൽ നിന്ന്
അക്യൂറേറ്റ് ആയിട്ട് മെഷർ ചെയ്യണം. അതുപോലെ തന്നെ എംപവർമെൻറ്റ് ഓഫ് ദ എംപ്ലോയീസിനെ എംപവർ ചെയ്യണം. ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന അവരെടുക്കുന്ന കണ്ടിന്യൂസ് ആയി പ്രോസസ്സ് ആക്കുന്ന അവരുടെ ഒരു ഫിലോസഫിയെ നമ്മൾക്ക് എന്ത് വിളിക്കാം? ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് വിളിക്കാം. അതിൻ്റെ കണ്ടന്റ് നമ്മൾ പഠിക്കണം. അപ്പോൾ അതൊരു മൂന്നാമത്തെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. ഇതൊക്കെ BBAയിൽ തന്നെ ചിലപ്പം തേർഡ് ഇയർ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിനെ സെപ്പറേറ്റ് പഠിക്കേണ്ടി വരും, TQM എന്താണെന്നുള്ളത്. ജപ്പാനാണ് ഈ TQM എന്ന് പറയുന്ന ടെക്നോളജി ആദ്യമായിട്ട് നടപ്പാക്കിയത്. പക്ഷേ ആ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് അമേരിക്കയാണ്. നമ്മൾ ഈ ടൊയോട്ട കമ്പനിയൊക്കെ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് TQM എന്ന് പറയുന്നത്. അടുത്ത് മാനേജിങ് വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ പല സ്വഭാവത്തിലുള്ള ആളുകളുണ്ടായിരിക്കും, പല രാജ്യത്തുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ആ വർക്ക് ഫോഴ്സിൻ്റെ ഡൈവേഴ്സിറ്റിയെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് റിസ്കി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത് അവർ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ്. ഇനി റെസ്പോണ്ടിങ് ടു ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യത്തിലുള്ള ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഒഴിവാക്കിയിട്ട് ഏത് പ്രൊഡക്റ്റ് എവിടെ എത്തുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് ഓരോ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് പ്രൊഡക്റ്റിൽ വേരിയേഷൻസ് ഇങ്ങനെ മാറ്റേണ്ടി വരും. അപ്പോൾ അതാണ് റെസ്പോണ്ടിങ് ടു ദ ഗ്ലോബലൈസേഷൻ. അത് ഒരു ഏറ്റവും വലിയ ചാലഞ്ചാണ്. എംപവറിങ് ദ പീപ്പിൾ. വി ഓൾറെഡി ഡിസ്കസ്ഡ്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് എന്ത് ചെയ്യുക? മാക്സിമം എംപവർ ചെയ്യുക. പിന്നെ കോപ്പിംഗ് വിത്ത് ടെമ്പറനൻസ്. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് വിപണി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിനനുസരിച്ച് സ്പോട്ടായിട്ട് ഓർഗനൈസേഷനും മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ആണ് മറ്റൊരു വെല്ലുവിളി. പിന്നെ പറയുന്നത് സ്റ്റിമുലേറ്റിംഗ് ഇന്നോവേഷൻ ആൻഡ് ചേഞ്ച്. വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് എപ്പോഴും ഇന്നോവേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ പിറകിൽ തന്നെ ഈ ഓർഗനൈസേഷണൽ ബിഹേവിയർ നടക്കണം. പുതിയ എമർജൻസ് ഓഫ് ഓർഗനൈസേഷൻ ഇ-കൊമേഴ്സ് നമുക്കറിയാം. അപ്പോൾ ഇതൊരു പുതിയ ട്രെൻഡാണ്. ഇതൊക്കെ കൊണ്ടുവരുന്ന ആരുടെ ഉത്തരവാദിത്തമാണ്? ഓർഗനൈസേഷണൽ ബിഹേവിയർ പഠിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഇംപ്രൂവിങ് ദ എത്തിക്കൽ ബിഹേവിയർ എന്ത് ചെയ്യുക? മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുക. ഒരു എംപ്ലോയീസ് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ റൈസ് ചെയ്യുന്ന കൺസേണിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് നല്ലൊരു എത്തിക്കൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് അവരുണ്ടാക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ടോപ്പിക്ക് നേരിടുന്ന പ്രതിസന്ധികൾ. ഓക്കെ. അതുപോലെ തന്നെ ഇംപ്രൂവിങ് ദ കസ്റ്റമർ സർവീസസ്. കസ്റ്റമറുടെ സർവീസ് മാക്സിമം എന്ത് ചെയ്യുക? ഇംപ്രൂവ് ചെയ്യുക. അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതും ഇവർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ്. നന്നായിട്ട് 2-3 പ്രാവശ്യം വീഡിയോ കാണണം നിങ്ങൾ, എന്നാലത് മനസ്സിലാക്കുള്ളൂ. കുറച്ചൊരു ടഫ് ഏരിയയാണ്. ഓക്കെ, മനസ്സിലാക്കാൻ. താങ്ക് യു വെരി മച്ച്.